PSC ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള PSCയുടെ 65ാം വാർഷിക വിശേഷാൽ പതിപ്പിൽ കൊടുത്തിട്ടുള്ള നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ, ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ, ദേശീയ ബാലാവകാശ കമ്മീഷൻ, തിരഞ്ഞെടുപ്പ് എന്നീ ടോപ്പിക്കുകളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇതേ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട എല്ലാ സബ്ജക്റ്റുകളുടെയും പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇതേ പുസ്തകത്തിലെ തന്നെ 20 സെറ്റ് പ്രസ്താവന ചോദ്യങ്ങളുടെ പ്ലേലിസ്റ്റും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടി കാണാൻ ശ്രമിക്കുക. ഇനി വരാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ഒരു മികച്ചൊരു പുസ്തകം തന്നെയാണ് ഇത്. അതുകൊണ്ട് നിങ്ങൾ ക്ലാസ്സുകളൊന്നും മിസ് ചെയ്യരുത്, ഇപ്പോഴേ കണ്ടു തുടങ്ങുക. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ വിജ്ഞാപനം ഉടൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വർഷം തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. എന്താണ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ അല്ലേ? ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ മുഖ്യ ആസ്ഥാനം എന്ന് പറയുന്നത് വൻ വിജ്ഞാൻ ഭവനാണ്. വൻ വിജ്ഞാൻ ഭവൻ ഇത് ന്യൂഡൽഹിയിലാണ്. അപ്പോൾ ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ മുഖ്യ ആസ്ഥാനം എവിടെയാണ്? വൻ വിജ്ഞാൻ ഭവൻ എന്നാണ് അറിയപ്പെടുന്നത്. ന്യൂഡൽഹിയിലാണ്. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ട് പാസ്സാക്കിയത് എന്നാണെന്ന് ചോദിച്ചാൽ അത് 2010ലാണ്. 2010ലാണ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ട് പാസ്സാക്കിയത്. കേന്ദ്ര സർക്കാർ ഗ്രീൻ ട്രിബ്യൂണൽ രൂപവൽക്കരിച്ച തീയതി ചോദിച്ചാൽ അത് 2010 ഒക്ടോബർ 18നാണ്. കേന്ദ്ര സർക്കാർ ഗ്രീൻ ട്രൈബ്യൂണൽ രൂപവൽക്കരിച്ച തീയതി എന്നാണ്? 2010 ഒക്ടോബർ 18. ഗ്രീൻ ട്രൈബ്യൂണൽ നടപ്പാക്കിയ ആദ്യ വികസ്വര രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് അല്ലെ. എന്താ പ്രത്യേകത? ഗ്രീൻ ട്രൈബ്യൂണൽ നടപ്പിലാക്കിയ ആദ്യ വികസ്വര രാജ്യമാണ് നമ്മുടെ ഇന്ത്യ അല്ലെ. അപ്പൊ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ, ദേശീയ ഹരിത ട്രിബ്യൂണൽ അല്ലെ, അതിന്റെ മുഖ്യ ആസ്ഥാനം ചോദിച്ചാൽ നമുക്കിപ്പോൾ അറിയാം എവിടെയാണ്? വൻ വിജ്ഞാൻ ഭവൻ, ന്യൂഡൽഹി. അതേപോലെ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ട് പാസ്സാക്കിയത് എന്ന് ചോദിച്ചാലും എന്ന് ചോദിച്ചാലും നമുക്കറിയാം 2010ലാണ് അല്ലെ. ഇനി കേന്ദ്ര സർക്കാർ ഗ്രീൻ ട്രിബ്യൂണൽ രൂപവൽക്കരിച്ച തീയതി ചോദിച്ചാലും അറിയാം 2010 ഒക്ടോബർ 18നാണ് രൂപീകരിക്കുന്നത്. ഗ്രീൻ ട്രിബ്യൂണൽ നടപ്പാക്കിയ ആദ്യ വികസ്വര രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഇന്ത്യയാണ് അല്ലെ. ഇനി അടുത്ത പോയിന്റ് നോക്കാം. ഏതുമായി ബന്ധപ്പെട്ട കേസുകളാണ് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ കൈകാര്യം ചെയ്യുന്നത്? ഏതുമായി ബന്ധപ്പെട്ട കേസുകളാണ്? അത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കേസുകളാണ് അല്ലെ. അപ്പൊ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കേസുകളാണ് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ കൈകാര്യം ചെയ്യുന്നത് അല്ലെ. ആ ഗ്രീൻ എന്ന് ഉള്ള കീവേഡുമായിട്ട് കണക്ട് ചെയ്യാം അല്ലെ. ഗ്രീൻ എന്ന് പറഞ്ഞാൽ പച്ച അല്ലെ. അപ്പൊ ആ പരിസ്ഥിതി അല്ലെ, പച്ചപ്പാണല്ലോ, അങ്ങനെ കണക്ട് ചെയ്യാം. ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ ദക്ഷിണേന്ത്യയിലെ സിറ്റിംഗ് നടക്കുന്നത് എവിടെയാണ്? അത് ചെന്നൈയിലാണ്. ചെന്നൈയിൽ അല്ലെ. അപ്പോൾ ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ സിറ്റിംഗ് നടക്കുന്നത് എവിടെയാണ്? ചെന്നൈയിലാണ് കേട്ടോ. ദക്ഷിണേന്ത്യയിലെ സിറ്റിംഗ് നടക്കുന്നത് എവിടെയാണ്? ചെന്നൈയിലാണ്. ഇതിന്റെ ആസ്ഥാനം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. വൻ വിജ്ഞാൻ ഭവൻ, ന്യൂഡൽഹി എന്ന് പഠിച്ചു അല്ലെ. ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ ദക്ഷിണേന്ത്യയിലെ സിറ്റിംഗ് നടക്കുന്നത് ചെന്നൈയിലാണ്. ന്യൂഡൽഹി കൂടാതെ ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ സിറ്റിംഗ് നടക്കുന്ന നഗരങ്ങളാണ്: ഒന്ന് ഭോപ്പാൽ, മധ്യപ്രദേശിലാണ് അല്ലെ. പിന്നെ പൂനെ, മഹാരാഷ്ട്രയിലാണ് അല്ലെ. കൊൽക്കത്ത, വെസ്റ്റ് ബംഗാളിലാണ്. പിന്നെ ചെന്നൈയിൽ. അപ്പൊ ഏതൊക്കെ നഗരങ്ങളിലാണ്? ഭോപ്പാൽ, പൂനെ, കൊൽക്കത്ത, ചെന്നൈ. ഭോപ്പാൽ, പൂനെ, കൊൽക്കത്ത, ചെന്നൈ അല്ലെ. ഈ 4 നഗരങ്ങളിലാണ് ന്യൂഡൽഹി കൂടാതെ ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ സിറ്റിംഗ് നടക്കുന്നത്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദം പ്രകാരമാണ് ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായതെന്ന് ചോദിച്ചാൽ 21ാമത് അനുച്ഛേദം പ്രകാരമാണ് അല്ലെ. ഭരണഘടനയുടെ 21ാമത് അനുച്ഛേദം പ്രകാരമാണ് ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായിട്ടുള്ളത് അല്ലെ. നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ അതിന്റെ സിംബലാണ്, എംബ്ലമാണ് നിങ്ങൾ കാണുന്നത് അല്ലെ. നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ അല്ലെ. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനെ കുറിച്ച് നമുക്ക് എന്തൊക്കെയാണ് വിവരങ്ങളെന്ന് നമുക്ക് നോക്കാം. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ നിലവിൽ വന്നത് 1988ലാണ് അല്ലെ. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ നിലവിൽ വന്നത് എപ്പോഴാണ്? 1988ലാണ്. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ അധ്യക്ഷന്റെ പരമാവധി കാലാവധി ചോദിച്ചാൽ 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ഏതാണോ ആദ്യം അതാണ് അല്ലെ. അപ്പോൾ ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ അധ്യക്ഷന്റെ പരമാവധി അല്ലെ, കമ്മീഷൻ അധ്യക്ഷന്റെ പരമാവധി കാലാവധി എത്രയാണ്? 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ഇതിലേതാണോ ആദ്യം അതായിരിക്കും കാലാവധി തീരുന്നത്. അടുത്തൊരു പോയിന്റ് നമുക്ക് നോക്കാം.
ഏത് നിയമപ്രകാരമാണ് ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ രൂപം കൊണ്ടത്? അത് 1986 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരമാണ്. 1986 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരമാണ് ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ രൂപം കൊണ്ടത്, അല്ലെ? അപ്പൊ എന്താണ്, ഏത് നിയമപ്രകാരമാണ് ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ രൂപം കൊണ്ടത്? 1986 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരമാണ് രൂപം കൊണ്ടത്. ഉപഭോക്താവിന് ഉൽപാദകരിൽ നിന്നോ വിതരണക്കാരിൽ നിന്നോ തൃപ്തികരമല്ലാത്ത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഉപഭോക്താവിനെ നിയമപരമായി സഹായിക്കാൻ ചുമതലപ്പെട്ട സംവിധാനമാണ് ഉപഭോക്തൃ കോടതികൾ എന്നറിയപ്പെടുന്നത്, അല്ലെ? അപ്പൊ എന്താണ് ഉപഭോക്തൃ കോടതികൾ, അല്ലെ? നമ്മൾ ചിലപ്പോൾ നമ്മൾ പറയില്ല, നമ്മൾ നല്ല പ്രോഡക്റ്റിൽ ഞങ്ങൾ ഉപഭോക്തൃ കോടതി പോകുന്നൊക്കെ പറയും, അല്ലെ? എന്താണ് ഉപഭോക്തൃ കോടതിയുടെ പ്രത്യേകത? അവിടെ എന്താണ് നടക്കുന്നത്? ഉപഭോക്താവിന് ഉൽപാദകരിൽ നിന്നോ വിതരണക്കാരിൽ നിന്നോ തൃപ്തികരമല്ലാത്ത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഉപഭോക്താവിനെ നിയമപരമായി സഹായിക്കാൻ ചുമതലപ്പെട്ട സംവിധാനമാണ് ഉപഭോക്തൃ കോടതികൾ എന്ന് പറയുന്നത്, അല്ലെ? ഉപഭോക്താവിന്റെ അവകാശങ്ങൾ സ്പഷ്ടമായി നിർവചിക്കുകയും ഉപഭോക്തൃ സംരക്ഷണത്തിനായി പ്രത്യേക നീതിന്യായ സംവിധാനങ്ങൾ സ്ഥാപിതമാക്കുകയും ചെയ്തത് ഏത് നിയമത്തിന്റെ ബലമായിട്ടാണ്? അത് ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന്റെ ബലമായിട്ടാണ്. നോക്കുക, ഉപഭോക്താവിന്റെ അവകാശങ്ങൾ സ്പഷ്ടമായി നിർവചിക്കുകയും ഉപഭോക്തൃ സംരക്ഷണത്തിനായി പ്രത്യേക നീതിന്യായ സംവിധാനങ്ങൾ പ്രത്യേക നീതിന്യായ സംവിധാനങ്ങൾ സ്ഥാപിതമാകുകയും ചെയ്തത് ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന്റെ ഫലമായിട്ടാണ്. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ തലവനായി നിയമിക്കുന്നത് ആരെയാണ്? അത് റിട്ടയേർഡ് അല്ലെങ്കിൽ നിലവിൽ സേവനത്തിലുള്ള സുപ്രീം കോടതി ജഡ്ജിയെയാണ്, അല്ലെ? ഇതിന്റെ തലവനായിട്ട് നിയമിക്കുന്നത്. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ തലവനായി നിയമിക്കുന്നത് ആരെയാണ്? റിട്ടയേർഡ് അല്ലെങ്കിൽ നിലവിൽ സേവനത്തിലുള്ള സുപ്രീം കോടതി ജഡ്ജിയാണ് ഇതിന്റെ തലവനായിട്ട് നിയമിക്കുന്നത്. കേരള സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ സമിതിയുടെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരത്താണല്ലോ. തിരുവനന്തപുരം കേരള സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ സമിതിയുടെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ സമിതിയുടെ ചെയർപേഴ്സൺ ആരാണ്? അത് ജില്ലാ കളക്ടറാണ്. ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ സമിതിയുടെ ചെയർപേഴ്സൺ ജില്ലാ കളക്ടറാണ്. ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ സമിതിയുടെ ചെയർപേഴ്സൺ ജില്ലാ കളക്ടറാണ്. കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയുടെ രൂപവത്കരണവുമായി ബന്ധപ്പെട്ട വകുപ്പ് 10ാം വകുപ്പാണ്. 10ാം വകുപ്പ് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയുടെ രൂപവത്കരണവുമായി ബന്ധപ്പെട്ട വകുപ്പ് 10ാം വകുപ്പാണ്. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ അത് വി ബാലകൃഷ്ണ ഏറാടിയായിരുന്നു, അല്ലെ? ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ വി ബാലകൃഷ്ണ ഏറാടിയായിരുന്നു. അടുത്തൊരു പോയിന്റ് നോക്കാം. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ അധികാരം എപ്രകാരമുള്ളതാണ്? അത് അർദ്ധ ജുഡീഷ്യൽ ആണ്, അല്ലെ? അർദ്ധ ജുഡീഷ്യൽ അധികാരമാണ്. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന് അർദ്ധ ജുഡീഷ്യൽ അധികാരമാണ് ഉള്ളത്. കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ സമിതിയുടെ ചെയർപേഴ്സൺ ആരായിരുന്നു? അത് ആരാണ്? അത് കേന്ദ്ര ഉപഭോക്തൃകാര്യ മന്ത്രിയാണ്. കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ സമിതിയുടെ ചെയർപേഴ്സൺ ആരാണ്? കേന്ദ്ര ഉപഭോക്തൃകാര്യ മന്ത്രിയാണ്. സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ സമിതിയുടെ ചെയർപേഴ്സണോ? അത് സംസ്ഥാന ഉപഭോക്തൃകാര്യ വകുപ്പ് മന്ത്രിയാണ്, അല്ലെ? അപ്പോൾ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ സമിതിയുടെ ചെയർപേഴ്സൺ കേന്ദ്ര ഉപഭോക്തൃകാര്യ മന്ത്രിയും സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ സമിതിയുടെ ചെയർപേഴ്സൺ സംസ്ഥാന ഉപഭോക്തൃകാര്യ വകുപ്പ് മന്ത്രിയുമാണ്. കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിക്ക് നേതൃത്വം നൽകുന്നത് ചീഫ് കമ്മീഷണറാണ്. കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിക്ക് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിക്ക് നേതൃത്വം നൽകുന്നത് ചീഫ് കമ്മീഷണറാണ്. ലോക ഉപഭോക്തൃ അവകാശ ദിനം മാർച്ച് 15 അല്ലെ? വേൾഡ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഡേ, റൈറ്റ് ഡേ, അല്ലെ? അത് എന്നാണ്? മാർച്ച് 15. ലോക ഉപഭോക്തൃ അവകാശ ദിനം എന്നാണ്? മാർച്ച് 15. ജില്ലാ തലത്തിൽ പ്രവർത്തിക്കുന്ന ഉപഭോക്തൃ കോടതികൾ ഏതൊക്കെയാണ്? അത് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ, അല്ലെ? അതാണ്, അല്ലെ? ജില്ലാതലത്തിൽ പ്രവർത്തിക്കുന്ന ഉപഭോക്തൃ കോടതികൾ ഏതൊക്കെയാണ്? ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനാണ്. വില കൊടുത്തോ കൊടുക്കാമെന്ന കരാറിലോ ഏതെങ്കിലും സാധനമോ സേവനമോ വാങ്ങി ഉപയോഗിക്കുന്ന ആൾ എങ്ങനെ അറിയപ്പെടുന്നു? ഉപഭോക്താവ് എന്നറിയപ്പെടുന്നു, അല്ലെ? ഉപഭോക്താവിന്റെ നിർവചനമാണ് കൊടുത്തിട്ടുള്ളത്, അല്ലെ? എന്താണ് ഉപഭോക്താവിന്റെ നിർവചനം?
വില കൊടുത്തോ കൊടുക്കാമെന്ന കരാറിലോ ഏതെങ്കിലും സാധനമോ സേവനമോ വാങ്ങി ഉപയോഗിക്കുന്ന ആൾ എങ്ങനെ അറിയപ്പെടുന്നു? ഉപഭോക്താവ് എന്നറിയപ്പെടുന്നു. എത്ര രൂപ വരെയുള്ള തർക്കങ്ങളാണ് ജില്ലാ ഉപഭോക്തൃ കോടതിയുടെ പരിധിയിൽ വരുന്നത്? അത് 50 ലക്ഷത്തിന് താഴെയുള്ളത്. 50 ലക്ഷത്തിന് താഴെയുള്ളത്. നമ്മുടെ ഇത് ഇപ്പോൾ കേരള PSCയുടെ 65ാം വാർഷിക വിശേഷാൽ പതിപ്പിൽ കൊടുത്തുള്ള വിവരങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലെ വിവരങ്ങളും ചിലപ്പോൾ നിങ്ങളുടെ റാങ്ക് ഫെയറിലെ വിവരങ്ങൾ നമ്മൾ മിസ്മാച്ച് ചെയ്തേക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നിങ്ങൾ അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടാൽ കമന്റ് ചെയ്ത് അറിയിക്കുക. എത്ര രൂപ വരെയുള്ള തർക്കങ്ങളാണ് ജില്ലാ ഉപഭോക്തൃ കോടതിയുടെ പരിധിയിൽ വരുന്നത്? 50 ലക്ഷത്തിന് താഴെയുള്ള തർക്കങ്ങൾ അല്ലെ. 2 കോടി രൂപയുടെ മുകളിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് അധികാരപ്പെട്ട ഉപഭോക്തൃ കോടതി ഏതാണ്? അത് ദേശീയ ഉപഭോക്തൃ കോടതിയാണ് അല്ലെ, ദേശീയ ഉപഭോക്തൃ കോടതി. അപ്പൊ നോക്കുക, ജില്ലാ ഉപഭോക്തൃ കോടതിയുടെ പരിധിയിൽ വരുന്നത് 50 ലക്ഷത്തിന് താഴെയാണ് അല്ലെ. ഇനിയിപ്പോ ദേശീയ ഉപഭോക്തൃ കോടതിയുടെ പരിധിയിൽ വരുന്നത് 2 കോടി രൂപയുടെ മുകളിലുള്ള തർക്കങ്ങളാണ് കേട്ടാ. അടുത്ത നോക്കുക, എത്ര രൂപ വരെയുള്ള തർക്കങ്ങളാണ് സംസ്ഥാന ഉപഭോക്തൃ കോടതിയുടെ അല്ലെ സംസ്ഥാന ഉപഭോക്തൃ കോടതിയുടെ പരിധിയിൽ വരുന്നതെന്ന് ചോദിച്ചാൽ അത് 50 ലക്ഷം മുതൽ 2 കോടി വരെയാണ് അല്ലെ. 50 ലക്ഷം മുതൽ 2 കോടി രൂപ വരെ. അപ്പൊ 50 ലക്ഷത്തിന് താഴെയാണെങ്കിൽ ജില്ലാ ഉപഭോക്തൃ കോടതിയുടെ പരിധിയിൽ അല്ലെ. 50 ലക്ഷത്തിനും 2 കോടിയും വരെയാണെങ്കിൽ അത് സംസ്ഥാന ഉപഭോക്തൃ കോടതിയുടെ പരിധിയിൽ. ഇനി 2 കോടിക്ക് മുകളിലാണെങ്കിലോ അത് ദേശീയ ഉപഭോക്തൃ കോടതിയുടെ പരിധിക്ക് മുകളിലാണ് അത്തരം പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അല്ലെ. അടുത്ത ഒരു പോയിന്റ് നോക്കാം. മനുഷ്യന്റെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിനായി സാധനങ്ങളും സേവനങ്ങളും ഉപയോഗപ്പെടുത്തുന്നത് ഏത് പേരിൽ അറിയപ്പെടുന്നു? അതാണ് ഉപഭോഗം എന്ന് പറയുന്നത് അല്ലെ. എന്താണ് ഉപഭോഗം? മനുഷ്യന്റെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിനായി സാധനങ്ങളും സേവനങ്ങളും ഉപയോഗപ്പെടുത്തുന്നത് അറിയപ്പെടുന്നത് ഉപഭോഗം എന്നാണ്. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലെ അധ്യായങ്ങൾ എത്രയാണ്? 8 അധ്യായങ്ങളാണുള്ളത്, 107 വകുപ്പുകളും അല്ലെ. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലെ അധ്യായങ്ങൾ എത്ര? 8 അധ്യായങ്ങളും 107 വകുപ്പുകളുമുണ്ട്. 8 അധ്യായങ്ങളും 107 വകുപ്പുകളുമുണ്ട് അല്ലെ. ഇന്ത്യയിലെ ഉപഭോക്തൃ കോടതികളുടെ ഘടന എന്തെന്നാണ്? ഇന്ത്യയിലെ ഉപഭോക്തൃ കോടതികളുടെ ഘടന ത്രിതല സംവിധാനമാണ്. ത്രിതല സംവിധാനം. ഇന്ത്യയിലെ ഉപഭോക്തൃ കോടതികളുടെ ഘടന ത്രിതല സംവിധാനമാണ്. ഇന്ത്യയിലെ ഉപഭോക്തൃ കോടതികളുടെ ഘടന. ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ ഘടന എന്ത്? അത് പ്രസിഡന്റും അംഗങ്ങളും ചേരുന്നതാണ് ഘടന അല്ലെ. പ്രസിഡന്റും അംഗങ്ങളുമാണ് ചേരുന്നത്. പ്രസിഡന്റും അംഗങ്ങളും. എന്താണ് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ ഘടന? പ്രസിഡന്റും അംഗങ്ങളും. സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ ഘടനയോ? അത് പ്രസിഡന്റും 4ൽ കുറയാത്ത അംഗങ്ങളും ഉണ്ടാവും അല്ലെ. അപ്പൊ എന്താണ് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ ഘടന? പ്രസിഡന്റും 4ൽ കുറയാത്ത അംഗങ്ങളും ഉണ്ടാവും. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ ഘടന ചോദിച്ചാൽ പ്രസിഡന്റും 4ൽ കുറയാത്ത അംഗങ്ങളും ഉണ്ടാവും അല്ലെ. അപ്പൊ സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെയും ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെയും ഘടന സെയിം ആണ്. പ്രസിഡന്റും 4ൽ കുറയാത്ത അംഗങ്ങളും ഉണ്ടാകും അല്ലെ. 4ൽ കുറയാത്ത അംഗങ്ങളും ഉണ്ടാകും. അപ്പൊ നമുക്ക് അതിന്റെ ബാക്കി പോയിന്റ് അടുത്ത പേജിലാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക അല്ലെ. നിങ്ങൾക്ക് ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ ക്ലാസ്സുകളുടെയും പരീക്ഷ നമ്മൾ ടെലഗ്രാം ചാനലിൽ നടത്താറുണ്ട്. താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി ജോയിൻ ചെയ്യുക. അടുത്തൊരു പോയിന്റ് നോക്കാം. ഇന്ത്യയിൽ ദേശീയ ഉപഭോക്തൃ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 24 ഇന്ത്യയിൽ ദേശീയ ഉപഭോക്തൃ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 24 1986 ഡിസംബർ 24 ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നതിന്റെ സ്മരണാർത്ഥമാണ് അങ്ങനെ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇന്ത്യയിൽ ദേശീയ ഉപഭോക്തൃ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഡിസംബർ 24 അല്ലെ. വേൾഡ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഡേ എന്നാണ് നമ്മൾ ഓൾറെഡി പഠിച്ചു. അറിയാവുന്നവര് കമന്റ് ചെയ്യുക. ഓൾറെഡി പഠിച്ചതാണ് വേൾഡ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഡേ. അടുത്തത് ഇന്ത്യയിൽ ദേശീയ ഉപഭോക്തൃ ദിനമായി ആചരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഡിസംബർ 24 കാരണം എന്താണ്? 1986 ഡിസംബർ 24 ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നതിന്റെ സ്മരണാർത്ഥമാണ്. 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമം പാസാക്കിയത് ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ്? ഇത് രാജീവ് ഗാന്ധിയുടെ കാലത്താണ് അല്ലെ. ഇത് 1986 നമുക്ക് ആദ്യമായിട്ടുണ്ടായിരുന്ന ഒരു ഉപഭോക്തൃ സംരക്ഷണ നിയമം അതാണല്ലോ. 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമം പാസാക്കിയത് ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ്? രാജീവ് ഗാന്ധിയുടെ കാലത്ത്. ടോൾ ഫ്രീ നമ്പർ 1811-4000 എന്നത് ആളുകൾക്ക് അവരുടെ ഏതുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനുള്ള ഒരു സമർപ്പിത ഹെൽപ്പ് ലൈൻ നമ്പറാണ്. ഉപഭോക്തൃ ഹെൽപ്പ് ലൈൻ നമ്പറാണ് അല്ലെ. കൺസ്യൂമർ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഹെൽപ്പ് ലൈൻ നമ്പറാണ്
1800 11 4000 അല്ലെ. കഴിഞ്ഞ ഇടയ്ക്കൊക്കെ ഇതേപോലെ ഹെൽപ്പ് ലൈൻ നമ്പറൊക്കെ ചോദിക്കാറുണ്ട്, അതുകൊണ്ട് നോട്ട് ചെയ്ത് വെക്കുക. 1800 11 4000 എന്നത് ഉപഭോക്തൃ ഹെൽപ്പ് ലൈൻ ആണ്, ഉപഭോക്തൃ ഹെൽപ്പ് ലൈൻ. അടുത്തൊരു പോയിന്റ് നോക്കുക. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 നിലവിൽ വന്നത് എന്നാണ്? 2020 ജൂലൈ 20 അല്ലെ. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 അങ്ങനെയാണ് അറിയപ്പെടുന്നത് കേട്ടോ. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ 2020 ജൂലൈ 20. സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി, കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി നിലവിൽ വന്നത് എന്നാണ്? 2020 ജൂലൈ 24 അല്ലെ. അപ്പൊ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 നിലവിൽ വരുന്നത് 2020 ജൂലൈ 20. അതിനെ തുടർന്ന് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി അഥവാ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി നിലവിൽ വരുന്നത് 2020 ജൂലൈ 24. ചീഫ് കമ്മീഷണറെയും മറ്റ് കമ്മീഷണർമാരെയും നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. കേന്ദ്ര സർക്കാർ നോട്ട് ചെയ്യണം. ചീഫ് കമ്മീഷണറെയും മറ്റ് കമ്മീഷണർമാരെയും നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. അടുത്തത് ദേശീയ ബാലാവകാശ കമ്മീഷനാണ്. ദേശീയ ബാലാവകാശ കമ്മീഷൻ അല്ലെ. ദേശീയ ബാലാവകാശ കമ്മീഷനെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. കുട്ടികളുടെ അവകാശ സംരക്ഷണ നിയമപ്രകാരം ഏത് പ്രായം വരെയുള്ളവരാണ് കുട്ടികൾ എന്ന് പറയുന്നത്? 18 വയസ്സ് വരെയുള്ളവരാണ് കുട്ടികൾ അല്ലെ. കുട്ടികളുടെ അവകാശ സംരക്ഷണ നിയമപ്രകാരം ഏത് പ്രായം വരെയുള്ളവരാണ് കുട്ടികൾ? 18 വയസ്സ് വരെയുള്ളവർ അല്ലെ. ഇത് ബാലാവകാശ കമ്മീഷനാണ് പഠിക്കുന്നത്. ഇനി പോക്സോ ആക്ട് പ്രകാരവും കുട്ടികൾ എന്ന നിർവചനത്തിൽ വരുന്നത് എത്ര വയസ്സ് വരെയുള്ളവരാണ് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു അല്ലെ. പോക്സോ നിയമപ്രകാരം കുട്ടികൾ എന്ന നിർവചനത്തിൽ വരുന്നത് എത്ര വയസ്സ് വരെയുള്ള കുട്ടികളാണ്? അറിയാവുന്നവർ കമന്റ് ചെയ്യുക. അപ്പോൾ ദേശീയ ബാലാവകാശ കമ്മീഷൻ അല്ലെ, ആ ഒരു സംരക്ഷണ നിയമപ്രകാരം അല്ലെങ്കിൽ കുട്ടികളുടെ അവകാശ സംരക്ഷണ നിയമപ്രകാരം 18 വയസ്സ് പ്രായമുള്ളവരെയാണ് കുട്ടികൾ എന്ന നിർവചനത്തിൽ വരുന്നത്. ഏത് വകുപ്പിന് കീഴിലാണ് ബാലാവകാശ കമ്മീഷൻ പ്രവർത്തിക്കുന്നത്? അത് വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലാണ് അല്ലെ. ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ വർക്ക് ചെയ്യുന്നത് ഏത് വകുപ്പിന് കീഴിലാണ്? വനിതാ ശിശു വികസന വകുപ്പിന്റെ കീഴിലാണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ വർക്ക് ചെയ്യുന്നത്. ബാലാവകാശ നിയമം നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ അത് 2005. നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റ് ആണ്, ചോദിക്കാൻ സാധ്യതയുള്ളൊരു പോയിന്റ് ആണ്. ബാലാവകാശ നിയമം നിലവിൽ വന്ന വർഷം 2005. ബാലാവകാശ സംരക്ഷണത്തിനുള്ള ദേശീയ കമ്മീഷൻ നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ അത് 2007. സംഗതി മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ. ബാലാവകാശം ഇവിടെ ചോദിക്കുന്നത് ബാലാവകാശ നിയമമാണ്. ബാലാവകാശ നിയമം നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ അത് 2005. 2005 ഈ നിയമം നിലവിൽ വരുന്നത്. ഇതിനെ തുടർന്നൊരു ദേശീയ കമ്മീഷൻ രൂപവൽക്കരിക്കുന്നുണ്ട്. ആ കമ്മീഷൻ നിലവിൽ വന്നത് 2007. അപ്പൊ ഈ 2005 2007 ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ വ്യത്യാസം മനസ്സിലായല്ലോ, പ്രാധാന്യം മനസ്സിലായല്ലോ. ബാലാവകാശ സംരക്ഷണത്തിനുള്ള ദേശീയ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ബാലാവകാശ സംരക്ഷണത്തിനുള്ള ദേശീയ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ ആരാണ്? ശാന്ത സിൻഹയാണ്. നിങ്ങൾ ഓർത്തിരിക്കുക, എല്ലാത്തരം കമ്മീഷനുകളുടെയും ആദ്യത്തെ ചെയർപേഴ്സണും അതേപോലെ നിലവിലെ ചെയർപേഴ്സണും പിന്നെ രണ്ടാമത്തെ ചെയർപേഴ്സണും ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ ആരാണ്? ശാന്ത സിൻഹയാണ്. ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ ശാന്ത സിൻഹയാണ്. ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും കാലാവധി എത്ര വർഷമാണ്? 3 വർഷമാണ് കേട്ടോ. 3 വർഷമേ ഉള്ളൂ ഇവരുടെ കാലാവധി എന്ന് പറയുന്നത്. ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും കാലാവധി 3 വർഷമാണ്. ലൈംഗികമായ പീഡനം, മാനസിക പീഡനം, വിവേചനം എന്നിവ സംബന്ധിച്ച് വിദ്യാർത്ഥികളുടെ പരാതി ലഭിച്ചാൽ എത്ര മണിക്കൂറിനകമാണ് ജില്ലാതല മേൽനോട്ട സമിതിയെ അറിയിക്കേണ്ടത്? അത് 48 മണിക്കൂറിനുള്ളിൽ അറിയിക്കണം അല്ലെ. എന്തൊക്കെയാണ്? ലൈംഗികമായ പീഡനം, അതേപോലെ മാനസിക പീഡനം, അതേപോലെ വിവേചനം അല്ലെ എന്നിവയെ സംബന്ധിച്ച വിദ്യാർത്ഥികളുടെ പരാതി ലഭിച്ചാൽ എത്ര മണിക്കൂറിനകമാണ് ജില്ലാതല മേൽനോട്ട സമിതി അറിയിക്കേണ്ടത്? 48 മണിക്കൂറിനകം അറിയിച്ചിരിക്കണം അല്ലെ. 48 മണിക്കൂറിനകം അറിയിച്ചിരിക്കണം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് തിരഞ്ഞെടുപ്പിനെ കുറിച്ചിട്ടാണ് അല്ലെ. ഇപ്പൊ നമ്മുടെ ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞു. വളരെ പ്രധാനപ്പെട്ട ഒരു ഇലക്ഷനാണ് കഴിഞ്ഞാൽ ലോക്സഭാ ഇലക്ഷൻ. നമ്മൾ തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു സംഗതിയാണ്. ആ ഇലക്ഷൻ നടന്നതിന്റെ പിറ്റേ ദിവസമുള്ള ന്യൂസ് നമ്മൾ ടെലഗ്രാം ചാനലിൽ ഇട്ടിരുന്നു നമ്മുടെ. അപ്പൊ നിങ്ങൾ ന്യൂസൊക്കെ കേൾക്കുക അല്ലെ. ഇപ്പൊ കേരളത്തിൽ
കേരളത്തിൽ നിന്നും ഇന്നത്തെ ന്യൂസ് കേരളത്തിൽ നിന്നും 2 മന്ത്രിമാർ ഉണ്ടായേക്കുമെന്ന് പറയുന്നുണ്ട് അല്ലേ. സുരേഷ് ഗോപിയെ കൂടാതെ വേറൊരാൾ കൂടി ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഈ വർഷം നടക്കാൻ പോകുന്ന പരീക്ഷകളിൽ ഈ കഴിഞ്ഞിടക്ക് നടന്ന ലോക്സഭാ ഇലക്ഷൻ ഉറപ്പായിട്ടും ചോദ്യങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ആ പത്രം സംഘടിപ്പിച്ച് വായിച്ചു വെക്കുക, ഇനിയുള്ള ദിവസങ്ങളിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, വാർത്തകളൊക്കെ കാണുക. അപ്പോൾ തിരഞ്ഞെടുപ്പിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. തിരഞ്ഞെടുപ്പ് സെഫോളജി അല്ലെ, സെഫോളജി ഈ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ട്. സെഫോളജി എന്തുമായി ബന്ധപ്പെട്ട പഠനമാണ് സെഫോളജി എന്നറിയപ്പെടുന്നത്? സെഫോളജി അല്ലെ, ഇലക്ഷനുമായി ബന്ധപ്പെട്ട പഠനമാണ് സെഫോളജി എന്നറിയപ്പെടുന്നത് അല്ലെ. സ്റ്റഡി ഓഫ് ഇലക്ഷൻ, അതാണ് സെഫോളജി എന്നറിയപ്പെടുന്നത്. നിലവിൽ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അടുത്ത തിരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് ഗുണപ്രദമാകുന്ന തരത്തിൽ നിയോജക മണ്ഡലങ്ങൾ പുനർനിർണയം ചെയ്യുന്നതിനെ അറിയപ്പെടുന്ന പേര് ജെറിമാൻഡറിംഗ് എന്നാണ്. ജെറിമാൻഡറിംഗ് അല്ലെ, ജെറിമാൻഡറിംഗ്. അപ്പൊ എന്താണ് ജെറിമാൻഡറിംഗ്? നിലവിൽ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അടുത്ത തിരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് ഗുണപ്രദമാകുന്ന തരത്തിൽ നിയോജക മണ്ഡലങ്ങൾ പുനർനിർണയം ചെയ്യുന്ന ഇതിനെ അറിയപ്പെടുന്ന പേരാണ് ജെറിമാൻഡറിംഗ് എന്ന് പറയുന്നത്. അടുത്തൊരു പോയിന്റ്, ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന വർഷം എന്നാണ്. അത് 1951 മുതൽ 52 വരെയാണ് അല്ലെ. ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടക്കുന്ന വർഷം 1951 മുതൽ 52 വരെയാണ്. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിന്റെ ഇലക്ട്രൽ കോളേജിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 54 രാഷ്ട്രപതി തിരഞ്ഞെടുപ്പാണ് കേട്ടോ. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിന്റെ ഇലക്ട്രൽ കോളേജിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം എത്രയാണ്? 54. ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നത് പാർലമെന്റിലെ ഏത് സഭയിലെ അംഗങ്ങളെയാണ്? ലോകസഭ അല്ലെ. അതാണല്ലോ ഇപ്പം നമ്മൾ നേരിട്ടല്ലേ തിരഞ്ഞെടുത്ത് വിട്ടത് ലോകസഭയിലേക്ക് അല്ലെ. നിങ്ങളുടെ മണ്ഡലം നിങ്ങൾ വോട്ട് ചെയ്തതല്ലേ, അപ്പൊ നിങ്ങൾ നേരിട്ടല്ലേ കാൻഡിഡേറ്റിനെ തിരഞ്ഞെടുത്ത് ലോകസഭയിലേക്ക് വിട്ടത്? അത് ഓർത്താൽ മതിയല്ലോ അല്ലെ. ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നത് പാർലമെന്റിലെ ലോകസഭയിലേക്കാണ്. ലോകസഭയിലേക്കും നിയമസഭയിലേക്കും തിരഞ്ഞെടുപ്പ് നടത്താൻ ഉപയോഗിക്കുന്ന രീതി ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് എന്നൊരു രീതിയാണ്. FPTP അല്ലെ. ലോകസഭയിലേക്കും നിയമസഭയിലേക്കും തിരഞ്ഞെടുപ്പ് നടത്താൻ ഉപയോഗിക്കുന്ന രീതി ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് എന്ന രീതിയാണ്. അടുത്തൊരു പോയിന്റ്, ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ ആവശ്യമായ പ്രായം എത്രയാണ്? 18 വയസ്സ്. അത് നമുക്കറിയാലേ, 18 വയസ്സ് തികയുമ്പോഴാണ് നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റുന്നത്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ് അല്ലെ. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ്. ലോകസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം 25 വയസ്സാണ്. ലോകസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം എത്രയാണ്? 25 വയസ്സാണ്. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളെയും തിരസ്കരിക്കാൻ വോട്ടർമാർക്ക് നൽകുന്ന അവകാശമാണ് നോട്ട. നൺ ഓഫ് ദി എബോ എന്നുള്ളതാണ് നോട്ട. അത് നിങ്ങൾക്ക് അറിയാലേ, മത്സരിക്കാനുള്ള എല്ലാ കാൻഡിഡേറ്റുകളിലും നിങ്ങൾക്ക് ആരെയും ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് നോട്ടയ്ക്ക് വോട്ട് ചെയ്യാം അല്ലെ. നോട്ടയ്ക്ക് ഒരു സിമ്പിൾ ഉണ്ട്, ആ നോട്ടയിൽ വോട്ട് ചെയ്താൽ നിങ്ങൾക്ക് ആ മത്സരിക്കാൻ വന്ന ഈ കാൻഡിഡേറ്റ്സിനെ ആരെയും ഇഷ്ടമല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പൊ അതാണ് നോട്ട എന്ന് പറയുന്നത്. ഇതിന്റെ അടുത്ത പേജിലാണ്. അപ്പോൾ ഇവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ ക്ലാസ്സുകളെയും പരീക്ഷ ടെലഗ്രാം ചാനലിൽ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതുവഴി അതിലേക്ക് വരിക. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവർക്ക് വിദ്യാഭ്യാസ യോഗ്യത നിർബന്ധമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാനാണ്. രാജസ്ഥാൻ അല്ലെ, നല്ല ഒരു നീക്കമാണ്. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിലേക്കാണ്. എങ്ങോട്ടാണ്? തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവർക്ക് വിദ്യാഭ്യാസ യോഗ്യത നിർബന്ധമാക്കിയ അല്ലെ, അത് നല്ല നീക്കമാണ്. നിർബന്ധമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് രാജസ്ഥാൻ. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരുടെ വീട്ടിൽ ശൗചാലയം വേണമെന്ന വ്യവസ്ഥ കൊണ്ടുവന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ബീഹാറാണ് അല്ലെ. അത് നമുക്കിതൊക്കെ കേൾക്കുമ്പോൾ ഒരു കോമഡി ആയിട്ട് തോന്നാം, പക്ഷേ നോർത്ത് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലെയും ജീവിത രീതിയൊക്കെ വളരെ ദുസ്സഹമാണ്. നമുക്കെന്നെ അറിയാലോ, നമ്മുടെ ചുറ്റുവട്ടത്തേക്ക് മറ്റു സംസ്ഥാനങ്ങൾ, ബീഹാറിൽ നിന്നും അവിടുന്ന് ഇവിടുന്നും ഒക്കെ തൊഴിലിന് വരുന്ന അല്ലെ, അവരുടെയൊക്കെ ജീവിത സാഹചര്യങ്ങൾ വളരെ മോശമാണ്. നല്ല ശൗചാലയങ്ങൾ പോലും ഇല്ലാത്ത സ്ഥലങ്ങളാണ്. അപ്പൊ നോക്കുക, തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരുടെ വീട്ടിൽ ശൗചാലയം വേണമെന്ന വ്യവസ്ഥ കൊണ്ടുവന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ബീഹാറാണ് അല്ലെ. ഓക്കെ, അടുത്തൊരു പോയിന്റ് നോക്കുക. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത് നിയമം മൂലം നിർബന്ധമാക്കിയ സംസ്ഥാനം ഗുജറാത്താണ്. എന്താണ്? തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത് നിയമം മൂലം നിർബന്ധമാക്കിയ സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരാൾക്ക് പരമാവധി എത്ര മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിക്കാം? 2 മണ്ഡലങ്ങളിൽ അല്ലെ. ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ രാഹുൽ ഗാന്ധി അല്ലെ, അദ്ദേഹം വയനാട്ടിൽ നിന്നും മത്സരിച്ചിട്ടുണ്ട്, പിന്നെ ഒരു സ്ഥലത്ത് നിന്നും മത്സരിച്ചിട്ടുണ്ട്. ആ മണ്ഡലം അറിയാവുന്നവര് ഒന്ന് കമന്റ് ചെയ്യുക. ഉറപ്പായിട്ട് ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പം നമ്മുടെ
രാഹുൽ ഗാന്ധി അല്ലെ എവിടെയൊക്കെ രണ്ട് സ്ഥലത്ത് മത്സരിച്ചിട്ടുണ്ട്. ഒന്ന് വയനാടാണ് നമുക്കറിയാം, മറ്റേത് ഏതാണ്? അതൊരു ചോദ്യമാണ്. നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക, അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരാൾക്ക് പരമാവധി 2 മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിക്കാം. ഇന്ത്യൻ ഭരണഘടന തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച വ്യവസ്ഥകൾ കടംകൊണ്ടിരിക്കുന്നത് ഏത് ബ്രിട്ടീഷ് നിയമത്തിൽ നിന്നാണ്? അത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്. ഇന്ത്യൻ ഭരണഘടന തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച വ്യവസ്ഥകൾ കടംകൊണ്ടിരിക്കുന്നത് ഏത് ബ്രിട്ടീഷ് നിയമത്തിൽ നിന്നാണ്? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്. വോട്ടിംഗ് സ്ഥലത്ത് മദ്യനിരോധനം നിലവിൽ വരുന്നത് എപ്പോഴാണ്? 48 മണിക്കൂർ മുമ്പാണ് അല്ലെ. വോട്ടിംഗ് സ്ഥലത്ത് മദ്യനിരോധനം നിലവിൽ വരുന്നത് 48 മണിക്കൂർ മുമ്പാണ്. അടുത്ത പോയിന്റ് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്തിലാണ് അല്ലെങ്കിൽ എത്രാമത്തെ പാർട്ടിലാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? 9ാമത്തെ ഭാഗത്തിലാണ് അല്ലെ. 9ാം ഭാഗത്തിലാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്തിലാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? 9ാം ഭാഗത്തില്. ഇന്ത്യയുടെ പ്രസിഡന്റായി രാജേന്ദ്ര പ്രസാദിനെ 1950 ജനുവരി 24 ഏകകണ്ഠമായി തിരഞ്ഞെടുത്തത് ഭരണഘടനാ നിർമ്മാണ സഭയാണ് അല്ലെ. അപ്പൊ എന്താണ്? ഇന്ത്യയുടെ പ്രസിഡന്റായി രാജേന്ദ്ര പ്രസാദിനെ 1950 ജനുവരി 24 ഏകകണ്ഠമായി തിരഞ്ഞെടുത്തത് ഭരണഘടനാ നിർമ്മാണ സഭയാണ് അല്ലെ. ഭരണഘടനാ നിർമ്മാണ സഭയാണ് നമ്മുടെ രാജേന്ദ്ര പ്രസാദിനെ നമ്മുടെ ഇന്ത്യയുടെ പ്രസിഡന്റായിട്ട് 1950 ജനുവരി 24 ഏകകണ്ഠമായി തിരഞ്ഞെടുത്തത്. രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെടാൻ ആവശ്യമായ യോഗ്യതകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് 58. രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെടാൻ ആവശ്യമായ യോഗ്യതകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം എത്രയാണ്? 58 ആണ്. 58 അല്ലെ. നോട്ട നൺ ഓഫ് ദി എബോവ് ഉൾപ്പെടുത്തി ആദ്യമായി 2013 തിരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനങ്ങളാണ് ഛത്തീസ്ഗഡ്, മിസോറാം, രാജസ്ഥാൻ, മധ്യപ്രദേശ് അല്ലെ. എന്താണ്? നോട്ട നൺ ഓഫ് ദി എബോ. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഇലക്ഷനിൽ കുറെ ആൾക്കാർ മത്സരിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് അവരെ ആരെയും ഇഷ്ടമല്ല എങ്കിൽ നമുക്ക് നോട്ടയ്ക്ക് വോട്ട് ചെയ്യാം. അതാണ് നോട്ട. നൺ ഓഫ് ദി എബോ, മുകളിൽ പറഞ്ഞവരെ ആരും വേണ്ട എന്നുള്ളത് തന്നെയാണ് അല്ലെ. നോട്ട ഉൾപ്പെടുത്തി ആദ്യമായി 2013 തിരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഛത്തീസ്ഗഡ്, മിസോറാം, രാജസ്ഥാൻ, മധ്യപ്രദേശ്. ഏതൊക്കെയാണ്? ഛത്തീസ്ഗഡ്, മിസോറാം, രാജസ്ഥാൻ, മധ്യപ്രദേശ്. നോട്ട നിയമമാക്കിക്കൊണ്ട് സുപ്രീം കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത് 2013 സെപ്റ്റംബർ 27 സെപ്റ്റംബർ 27 നോട്ടയ്ക്ക് നൺ ഓഫ് ദി എബോ പ്രതീകം അല്ലെ രൂപകൽപ്പന ചെയ്തത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ അഹമ്മദാബാദിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ ആണ് നോട്ടയ്ക്ക് നൺ ഓഫ് ദി എബോ പ്രതീകം രൂപകൽപ്പന ചെയ്തത്. അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ സംസ്ഥാന നിയമസഭാംഗങ്ങൾക്ക് നൽകുന്ന ബാലറ്റ് പേപ്പറിന്റെ നിറം എന്താണ്? പിങ്ക് ആണ് കേട്ടോ. ഇതൊരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് ഏത് തിരഞ്ഞെടുപ്പാണ്? രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ സംസ്ഥാന നിയമസഭാംഗങ്ങൾക്ക് നൽകുന്ന ബാലറ്റ് പേപ്പറിന്റെ നിറം എന്താണ്? പിങ്ക് ആണ്. പിങ്ക്. രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം 35 വയസ്സാണ്. ഉപരാഷ്ട്രപതി നോക്കണം. രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം എത്രയാണ്? 35 വയസ്സാണ്. 35 വയസ്സ്. രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് പാർലമെന്റിന്റെ ഇരുസഭകളിലെയും സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. പാർലമെന്റിലെ ഇരുസഭകളിലെയും സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ലോകസഭയിലെയും രാജ്യസഭയിലെയും എല്ലാ അംഗങ്ങളും ചേർന്നിട്ടാണ്. ലോകസഭയിലെയും രാജ്യസഭയിലെയും എല്ലാ അംഗങ്ങളും ചേർന്നാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. സാർവത്രിക വോട്ടവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 326 ആണ്. 326. സാർവത്രിക വോട്ടവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 326 ആണ്. 1951 ഒക്ടോബർ 25, ഇത് പ്രധാനപ്പെട്ട ഡേറ്റ് ആണ്. 1951 ഒക്ടോബർ 25 സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ട് രേഖപ്പെടുത്തിയ പോളിംഗ് ബൂത്ത് കൽപ്പയാണ്. ഹിമാചൽ പ്രദേശിലാണ് അല്ലെ. നമുക്ക് ആ വോട്ട് രേഖപ്പെടുത്തിയ വോട്ടറെ അറിയാം, ശ്യാം ശരൺ നേഗി അല്ലെ. അത് നമ്മളിപ്പോൾ കാണാതെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ആ പോളിംഗ് ബൂത്ത് ഒരുപക്ഷെ അറിയാൻ സാധ്യത ഉണ്ടാവില്ല എല്ലാവർക്കും അല്ലെ. ഏത് ബൂത്താണത്? കൽപ്പ ബൂത്ത് ആണല്ലേ. കൽപ്പ ബൂത്ത് എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. 1951 ഒക്ടോബർ 25 സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ട് രേഖപ്പെടുത്തിയ പോളിംഗ് ബൂത്താണ് കൽപ്പ ബൂത്ത്. യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസി, അതായത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അല്ലെ.
അതായത് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസിയിലൂടെ ഉറപ്പാക്കപ്പെടുന്നത് രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ്. രാഷ്ട്രീയ സ്വാതന്ത്ര്യം യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസിയിലൂടെ അഥവാ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിലൂടെ ഉറപ്പാക്കപ്പെടുന്നത് രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ്. ബാക്കി നമ്മൾ അടുത്ത പേജിലാണ് നോക്കാം. ഇന്ത്യയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ഏത് തരം തിരഞ്ഞെടുപ്പ് രീതിയിലൂടെയാണ്? അത് പരോക്ഷ തിരഞ്ഞെടുപ്പ് രീതിയിലൂടെയാണ്. എങ്ങനെയാണ് ഇന്ത്യയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് അല്ലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ഏത് തരം തിരഞ്ഞെടുപ്പ് രീതിയിലൂടെയാണ്? പരോക്ഷ തിരഞ്ഞെടുപ്പ് രീതിയിലൂടെയാണ്. ഇന്ത്യയിലെ രാജ്യസഭ, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവിടങ്ങളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പ് രീതി പരോക്ഷ തിരഞ്ഞെടുപ്പ് രീതിയാണ്. നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ് കേട്ടോ. ഇന്ത്യയിൽ എവിടേക്കാണ്? രാജ്യസഭയിലേക്ക് അല്ലെ രാജ്യസഭയിലേക്ക് ഒന്ന് ആലോചിച്ചു നോക്കുക. രാജ്യസഭയിലേക്കുള്ള കാൻഡിഡേറ്റിനെ നമ്മൾ വോട്ട് ചെയ്തിട്ടാണോ വിടുന്നത്? അല്ലല്ലോ. രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് നമ്മൾ വോട്ട് ചെയ്തിട്ടാണോ? അല്ലല്ലോ. ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് നമ്മൾ വോട്ട് ചെയ്തിട്ടാണോ? നേരിട്ട് വോട്ട് ചെയ്തിട്ടാണോ? അല്ലല്ലോ. ഇവരെയൊക്കെ നമ്മൾ വോട്ട് ചെയ്ത് വിട്ട പ്രതിനിധികളാണ് തിരഞ്ഞെടുക്കുന്നത് അല്ലെ. പരോക്ഷ നികുതി എന്നാണ് പരോക്ഷ തിരഞ്ഞെടുപ്പ് എന്നാണ് അത് അറിയപ്പെടുന്നത്, ആ രീതി അറിയപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യയിൽ രാജ്യസഭ, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി അല്ലെ ഇവരെയൊക്കെ എന്നിവിടങ്ങളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പൊക്കെ പരോക്ഷ തിരഞ്ഞെടുപ്പാണ്. ഇന്ത്യയിൽ ലോക്സഭ, സംസ്ഥാന നിയമസഭ എന്നിവിടങ്ങളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പ് രീതി പ്രത്യക്ഷ തിരഞ്ഞെടുപ്പാണ്. ഇതല്ലേ ഇപ്പൊ കഴിഞ്ഞത് ലോക്സഭ ഇലക്ഷൻ ആണ്. നമ്മൾ നേരിട്ടാണ് അല്ലെ MP തിരഞ്ഞെടുത്തത്. അതേപോലെ തന്നെ നമ്മുടെ നിയമസഭകളിലേക്ക് നടക്കുന്നതും നമ്മൾ നേരിട്ട് തന്നെയാണ് കാൻഡിഡേറ്റിന് വോട്ട് രേഖപ്പെടുത്തുന്നത് അല്ലെ. അതൊക്കെ പ്രത്യക്ഷ തിരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഇന്ത്യയിൽ ലോക്സഭ, സംസ്ഥാന നിയമസഭ എന്നിവിടങ്ങളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പ് രീതി എന്ന് പറയുന്നത് പ്രത്യക്ഷ തിരഞ്ഞെടുപ്പാണ്. മായ്ക്കാനാകാത്ത മഷി ഉപയോഗിച്ച ആദ്യത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് 1962 അല്ലെ. മായ്ക്കാനാകാത്ത മഷി ഉപയോഗിച്ച ആദ്യത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഏതാണ്? 1962 തിരഞ്ഞെടുപ്പാണ്. 1962 തിരഞ്ഞെടുപ്പ് അല്ലെ. ആ മായ്ക്കാനാകാത്ത മഷി നമുക്കറിയാമല്ലോ, ഇടത് അല്ലെ ചൂണ്ടുവിരലില് അവർ മഷി പുരട്ടി തരും. അത് കുറച്ച് നാൾ എടുക്കും അല്ലെ. ഇപ്പോഴും പോയിട്ടില്ല പലരുടെയും കയ്യിലെ മഷി. തിരഞ്ഞെടുപ്പിൽ ഒരു കക്ഷിയോ മുന്നണിയോ ആകെ സീറ്റുകളുടെ വലിയ പങ്ക് നേടുകയും എതിർകക്ഷികൾ നാമമാത്രമായി വിജയിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഏത് പേരിൽ അറിയപ്പെടുന്നു? അത് മൃഗീയ ഭൂരിപക്ഷം എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ. മൃഗീയ ഭൂരിപക്ഷം അല്ലെ. എന്താണ്? തിരഞ്ഞെടുപ്പിൽ ഒരു കക്ഷിയോ മുന്നണിയോ ആകെ സീറ്റുകളുടെ വലിയ പങ്ക് നേടുകയും എതിർകക്ഷികൾ നാമമാത്രമായി വിജയിക്കുകയും ചെയ്യുന്ന സാഹചര്യം അറിയപ്പെടുന്ന പേര് മൃഗീയ ഭൂരിപക്ഷം എന്നാണ് അല്ലെ. വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുക. നോട്ടയ്ക്ക് പ്രതീകം ഏർപ്പെടുത്തിയ വർഷം 2015 നോട്ടയ്ക്ക് പ്രതീകം ഏർപ്പെടുത്തിയ വർഷം എന്നാണ്? 2015. ഇന്ത്യയിൽ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നിലവിൽ വന്നത് 1950 ജനുവരി 26 മുതലാണ്. ഇന്ത്യയിൽ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നിലവിൽ വന്നത് 1950 ജനുവരി 26. ഇന്ത്യയിൽ ജനുവരി 25 സമ്മതിദായക ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് 2011 മുതലാണ്. ഇന്ത്യയിൽ ജനുവരി 25 സമ്മതിദായക ദിനമായി ആചരിക്കാൻ തുടങ്ങിയ വർഷം 2011. ഒരു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ രേഖപ്പെടുത്താൻ കഴിയുന്ന പരമാവധി വോട്ടുകളുടെ എണ്ണം 3840 ഒരു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ EVM അല്ലെ ഒരു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ രേഖപ്പെടുത്താൻ കഴിയുന്ന പരമാവധി വോട്ടുകളുടെ എണ്ണം എത്രയാണ്? 3840. വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് അതിനു മുമ്പ് ഒരു പോയിന്റ് ഉണ്ട് അല്ലെ. നോട്ട നടപ്പിലാക്കിയ എത്രാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്നത്? 14ാമത്തെ രാജ്യമാണ്. നോട്ട നടപ്പിലാക്കിയ 14ാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് ആരാണ്? അത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. വോട്ടേഴ്സ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. വോട്ടർ പട്ടികയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 325. വോട്ടർ പട്ടികയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം എത്രയാണ്? 325 അല്ലെ. തിരഞ്ഞെടുപ്പുകളെ ശാസ്ത്രീയമായി വിശകലനം ചെയ്യുന്ന പഠനശാഖയാണ് സെഫോളജി എന്നറിയപ്പെടുന്നത്. തിരഞ്ഞെടുപ്പുകളെ ശാസ്ത്രീയമായി വിശകലനം ചെയ്യുന്ന പഠനശാഖ സെഫോളജി എന്നറിയപ്പെടുന്നു. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇലക്ഷൻ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി ഭാഷകളെക്കുറിച്ചും ലിസ്റ്റുകളെക്കുറിച്ചും ഒക്കെ പഠിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഒരു കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക, വരാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് പരീക്ഷകൾക്ക് ഈ പുസ്തകത്തിലെ പല സബ്ജക്റ്റുകളും അതൊരു മുതൽക്കൂട്ടാണ്. നിങ്ങൾ അതൊക്കെ കാണാൻ ശ്രമിക്കുക. ഇപ്പോഴേ കണ്ട് മനസ്സിലാക്കി നോട്ട് തയ്യാറാക്കി വെക്കുക. താങ്ക് യു.